നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ഒല്ലൂക്കര ടൗൺ പീപ്പിൾ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നില്ലെന്ന് വ്യാപക പരാതി. കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ വസതി റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. പീച്ചി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായി 1 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിൽ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. പ്രഭാകരന്റെ ആശ്രിതരിൽ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ വനം വകുപ്പിനോട് ശുപാർശ ചെയ്തു. ഈ ജോലി സ്ഥിരപ്പെടുത്തണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. 57 വയസ്സുള്ള പ്രഭാകരൻ വനവിഭവങ്ങൾ ശേഖരിക്കാൻ മകനും മരുമകനുമൊപ്പം പോയപ്പോഴാണ് ആനയുടെ മുൻപിൽപ്പെട്ടത്. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് മൃതദേഹം വനത്തിന് പുറത്തെത്തിച്ചു. സബ് കളക്ടർ, തഹസിൽദാർ എന്നിവർക്കൊപ്പം ASP, പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവർ നേതൃത്വം നൽകി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉണ്ടായിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് കാട്ടുകളിലേക്ക് ആളുകളെല്ലാവരും പോയിരിക്കുകയാണെന്നും ഉള്ള വിവരം ഔപചാരികമായിട്ട് നൽകുന്നു. ഞാൻ മിനിറ്റുകൾക്കകം യോഗം നടക്കുമ്പോൾ തന്നെ ADMന് സന്ദേശം അയച്ച് ADMും നമ്മുടെ വൈൽഡ് ലൈഫ് DFOയും ഇവിടുത്തെ പീച്ചി DFOയും അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം നൽകുന്നുണ്ടായി. ക്യാബിനറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനൊരു ദുരന്തം പെട്ടെന്നുണ്ടായ ഒരു അനുഭവം ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ തുടർന്ന് 2 മന്ത്രിമാരും, റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മന്ത്രിയോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുറിയിൽ തന്നെ റവന്യൂ, വനം വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗ അടിയന്തരമായി ചെയ്യുന്നു. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത്. സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടുള്ള നഷ്ടപരിഹാരം വരുന്നത്. പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചും കാട് ആദിവാസികളുടേത് കൂടിയാണ്. അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ കൊണ്ടുവരാൻ. ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാര്യം എല്ലാം ഗൗരവമായി പരിശോധിച്ചു. 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് നൽകണം എന്നാലോചിച്ചു. അതനുസരിച്ച് ആദ്യത്തെ 5 ലക്ഷം രൂപ സർക്കാരിൻ്റെ തുക വരുന്നതിന് മുമ്പ് തന്നെ, സർക്കാരിൻ്റെ പണം ഔപചാരികമായി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയോട് അത് അഡ്വാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സംഖ്യയാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ കൈമാറുന്നത്. തുടർന്ന് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ശവസംസ്കാരത്തിൻ്റെ ശേഷമുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട്. അതിനെ തുടർന്ന് ബാക്കി 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായിട്ടുള്ള 1 ലക്ഷം രൂപ ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്ക് കുടുംബത്തിന് നൽകണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങളിൽ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഇടപെട്ട് വളരെ വേഗത്തിൽ ആ കാര്യങ്ങളിൽ നേതൃത്വപരമായ പങ്കുവയ്ക്കുന്നുണ്ട്. ഔപചാരികമായ സംവിധാനങ്ങൾക്കപ്പുറത്ത് ജനങ്ങളെല്ലാം ഇടപെട്ടു. കിട്ടാവുന്ന ഈ വൈതരണികൾക്കിടയിലും വേട്ടനെ കൊണ്ടുവരാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും നിങ്ങൾക്ക് എല്ലാവർക്കുമായപ്പോൾ അറിയുന്നത് പോലെ വൈകുന്നേരമാകുമ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പിന്നെ നടക്കാനുള്ള ചില പ്രയാസമുണ്ടായി. ഇൻക്വസ്റ്റ് നടത്തി കളക്ടറോട് രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉത്തരവ് ഇറക്കണം എന്നായിരുന്നു മന്ത്രി എന്നായിരുന്നു നിർദ്ദേശിച്ചത്. അതനുസരിച്ച് പ്രത്യേക ഉത്തരവ് ഇറക്കി
ഉത്തരവിറക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അവൈലബിലിറ്റിയുടെ പ്രശ്നം വന്നു. പോലീസിനോട് വാഹനം എടുത്തു പോയി തന്നെ ഡോക്ടറെ എത്തിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് രാത്രി തന്നെ ആ ചടങ്ങുകൾ നടപടിക്രമങ്ങളും സ്ഥിരീകരിക്കാനായി. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും അടക്കമുള്ള കുടുംബമാണ് പ്രഭാകരൻ്റെ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ചാലക്കുടി ഐടിയിൽ പഠനം നടക്കുകയും ചെയ്യാം. ഒരാളുടെ മാത്രമേ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. കൈവിടില്ല. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടിലെ ജനങ്ങളും എല്ലാം ചേർന്ന് ചെയ്യാവുന്ന മുഴുവൻ സഹായം അക്കാര്യത്തിൽ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സർക്കാരിനും പഞ്ചായത്തിനും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും എല്ലാം അനുഷ്ഠിക്കും. ഒല്ലൂക്കര ടൗൺ പീപ്പിൾ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് പരാതി. നടത്തറ കീർത്തി നഗർ നീരോലിപ്പാടം ഫ്രാൻസിസും സുഹൃത്തുക്കളുമാണ് പരാതിയുമായി വാർത്താ സമ്മേളനം നടത്തിയത്. ഒല്ലൂക്കര ടൗൺ പീപ്പിൾ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫ്രാൻസിസിന്റെ ഭാര്യ മാഗിയുടെയും മകൻ പ്രശാന്തിന്റെയും പേരിൽ 3.5 ലക്ഷം രൂപ നിക്ഷേപമുണ്ടായിരുന്നു. കാലാവധി പൂർത്തിയായി 2 വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപ തുകയോ പലിശയോ ലഭിക്കുന്നില്ല എന്നാണ് ഫ്രാൻസിസും കുടുംബവും പരാതിപ്പെടുന്നത്. സംഭവത്തെക്കുറിച്ച് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടികളായില്ല. സമാനമായ പരാതിയുമായി നിരവധി പേർ രംഗത്ത് വരുന്നുണ്ടെന്ന് ഫ്രാൻസിസ് ആരോപിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. സുഹൃത്ത് ജോജു കോളങ്ങാടനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എം സുകുമാരപിള്ള അനുസ്മരണ സമ്മേളനം ഫെബ്രുവരി 22-ന് തൃശൂരിൽ സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എം സുകുമാരപിള്ള. ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ 11ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. സാഹിത്യ അക്കാദമി ഹാളിൽ റവന്യൂ മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്യും. ആതുര സേവന രംഗത്ത് മികച്ച സംഭാവന നൽകിയ സ്ഥാപനത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം പേയാടുള്ള സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകും. സംഘാടകരായ എസ് ബാബുക്കുട്ടി, സോമരാജൻ, എം മുരളീധരൻ, ശൈലിഷ് PP, KM രാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂനോറോ പള്ളിയുടെ 1 വർഷക്കാലമായി നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. പൊതുസമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ കുര്യാക്കോസ് മോർ ക്ലിമീസ് അധ്യക്ഷനായി. ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ നിർവഹിച്ചു. എറണാകുളം ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് ഹണി M വർഗീസ് പള്ളിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. സഭാ ഭാരവാഹികളായ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് കട്ടച്ചിറ, സെക്രട്ടറി ജേക്കബ് C മാത്യു, ഭദ്രാസന ഭാരവാഹികളായ വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലിൽ, ജോയിന്റ് സെക്രട്ടറി ബൈജു ചെറുകുന്നം, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, വാർഡ് മെമ്പർമാരായ ബീന പൌലോസ്, റെജീന ബാബു, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം റെജി പൌലോസ്, MJSSA ഭദ്രാസന ഡയറക്ടർ CP ബെന്നി എന്നിവർ ആശംസകൾ അറിയിച്ചു. വികാരി ഫാദർ ബേസിൽ ബേബി തെക്കുമഠത്തിൽ സ്വാഗതവും സെക്രട്ടറി മനോജ് കദളിപ്പറമ്പിൽ നന്ദിയും അറിയിച്ചു. ഇടവകയുടെ ചരിത്രം ട്രസ്റ്റി ബെന്നി കണ്ണേക്കാട്ടിൽ അവതരിപ്പിച്ചു. പുണ്യശ്ലോകനായ ആബുൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയെ പൊതുസമ്മേളനത്തിൽ തിരികൾ തെളിയിച്ച് അനുസ്മരിച്ചു. ഇടവകയുടെ വിവിധ ആദരവുകൾ നടത്തി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കണ്ണാറയിൽ നിന്ന് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ സമാപന ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും 1 വർഷക്കാലമായി ഇടവകയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വന്നിരുന്നു. ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് 51 പേർ അണിനിരുന്ന മെഗാ മാർഗം കളിയും വിവിധ കലാപരിപാടികളും നടത്തി. ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂബിലി ജോയിന്റ് കൺവീനർ OC ജോണി ഓലക്കാട്ട്, ജൂബിലി കമ്മിറ്റി കൺവീനർമാരായ സിറിൽ ജോർജ് മൂഴിക്കുളം, കുര്യാക്കോസ് ഇലവംകുടിയിൽ, ജോബി വിളക്കനാപ്പിള്ളി, ജോബി താഴത്തെപ്പുരയ്ക്കൽ, ബിജു കുന്നത്ത്, ഏലിയാസ് പൂതക്കുഴി, മെൽവിൻ ഊത്തുക്കുഴിയിൽ, പള്ളി ജോയിന്റ് സെക്രട്ടറി റോബിൻ തണ്ടകയിൽ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിനെതിരെ CPM സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 19 മുതൽ 22 വരെയാണ് പ്രചരണ ജാഥ. വെട്ടുക്കാട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജാഥ ക്യാപ്റ്റൻ NN ദിവാകരൻ, വൈസ് ക്യാപ്റ്റൻ KV സജു, ജാഥ മാനേജർ PG ഷാജി, MN രാജേഷ് എന്നിവർ സംസാരിച്ചു. വെട്ടുക്കാട്, പയ്യപ്പിള്ളി മൂല, പുത്തൂർ, ഇളംതുരുത്തി, പടവരാട്, കുട്ടനല്ലൂർ, അഞ്ചേരിച്ചിറ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഗവൺമെന്റിന് മൈലേജ് കിട്ടുന്ന അത്തരം വർത്തമാനം പറയാൻ പാടുണ്ടോ?
എന്ന നിലയിൽ ശശി തരൂരിനെതിരായി കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വർത്തമാനം പറയുകയാണ്. ശശി തരൂരിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വന്ന വാചകം എന്ന് പറയുന്നത് യഥാർത്ഥമായ കേരളത്തിന്റെ വ്യവസായ വികസനത്തിന്റെ യഥാർത്ഥമായ വശമാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും വന്നത്. എന്താ കാര്യം? വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ 1ാം സ്ഥാനത്തേക്ക് നമ്മുടെ സംസ്ഥാനം വന്നു മാറിയിട്ടുണ്ട്. അപ്പോ വ്യവസായങ്ങൾ വരുന്നു, തരിച്ചു കിടക്കുന്ന കൃഷിഭൂമികളെല്ലാം കാർഷികവൽക്കരിക്കുന്ന ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കേരളത്തിന്റെ കാർഷിക വ്യവസായ മേഖലകൾ മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ബൃഹത്തായ പരിപാടികൾ നടന്നു വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു നവകേരളം കെട്ടിപ്പടുക്കുക. നമുക്ക് നിരവധിയായ പ്രകൃതി ദുരന്തങ്ങൾ ഈ കാലയളവിലുണ്ടായി. പ്രളയം 2018, 2019 പ്രളയമുണ്ടായി. കേരളത്തിന്റെ പല മേഖലകളുടെയും മറ്റ് വീടുകൾ തകർന്നു. മറ്റ് വാസയോഗ്യമല്ലാത്ത വീടുകളുണ്ടായി. അതുപോലെ തന്നെ സമ്പാദ്യമെല്ലാം തകർന്നുപോയി. 30,000-ത്തിലധികം മറ്റ് നഷ്ടം പ്രളയത്തിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായപ്പോ അതിൽ പകച്ചു നിൽക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവരെയെല്ലാം പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നിലപാടുകളും നടപടികളും സ്വീകരിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ്
അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. തൈനടിയിൽ ഉദ്ഘാടനം നടത്തറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ അധ്യക്ഷയായി. 6ാം വാർഡ് മെമ്പർ TP മാധവൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽ, വത്സല വേണു എന്നിവർ ആശംസകൾ അറിയിച്ചു. താളിക്കുണ്ട് കേരളീയം JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് കൃഷി. കുടുംബശ്രീ SD കൺവീനർ ഗീത അരവിന്ദാക്ഷൻ, ലത, ബ്ലോക്ക് കോർഡിനേറ്റർ സിനി, JLG അംഗം പ്രസന്ന സതീഷ്, അഗ്രി CRP രജിത, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. കുപ്രസിദ്ധ ഗുണ്ട ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊരുന്നംകുന്ന് സ്വദേശി മനു എന്നയാളെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസും ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമ കേസും സ്കൂട്ടർ തീവെച്ച് നശിപ്പിച്ച കേസും 2024 മറ്റൊരു വധശ്രമ കേസും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസടക്കം 5ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് KM, സബ് ഇൻസ്പെക്ടർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ, അനിൽകുമാർ, സുജീഷ് മോൻ, അനീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. പുത്തൂർ ചോച്ചേരിക്കുന്നിൽ നിയന്ത്രണം തെറ്റിയ മിനി വാൻ മരത്തിലിടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിനു സമീപം വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടം. പൊന്നൂക്കരയിൽ നിന്ന് പുത്തൂരിലേക്ക് വരികയായിരുന്ന മിനി വാനാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം തെറ്റിയ വാഹനം റോഡരികിലെ മരത്തിലിടിച്ച് റോഡിൽ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. ക്യാബിൻ വാഹനത്തിൽ നിന്നും വേർപെട്ട നിലയിലാണ്. കോഴിക്കടകളിൽ നിന്നുള്ള അറവു മാലിന്യം ശേഖരിക്കാൻ എത്തിയതാണ് മിനി വാൻ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിനുള്ള ആക്രമണം, പ്രതി റിമാൻഡിൽ. ആളൂർ വെള്ളാഞ്ചിറ ദേശത്ത് ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷഹിനാണ് അറസ്റ്റിലായത്. ജീവനക്കാരനായുള്ള പുന്നേലിപ്പടിയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിലേക്ക് 5 പേർ അതിക്രമിച്ചു കടന്ന് ജുബിന്റെ മടിക്കുത്തിൽ കയറിപ്പിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കാറ്ററിംഗ് ജോലിക്ക് വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ജുബിൻ പറഞ്ഞതിലുള്ള വിരോധത്തിലാണ് ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷഹിനെ ആളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റിന് നേതൃത്വം നൽകിയത്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് പരിശീലന പരിപാടികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2025 ഫെബ്രുവരി 24 മുതൽ മാർച്ച് 1 വരെ എറണാകുളം കളമശ്ശേരിയിലുള്ള കിഡ് ക്യാമ്പസിലാണ് പരിപാടി. കമ്പനി രജിസ്ട്രേഷൻ ആൻഡ് IPR, വനിതകൾക്ക് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ആശയങ്ങൾ, വിവിധ സ്കീമുകൾ,
ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി നിരവധി സെക്ഷനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. താൽപര്യമുള്ളവർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994903058. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 280 രൂപ, ഗ്രാമിന് 35 രൂപയും വർദ്ധിച്ചു. പവന്റെ വില 64,560 രൂപയായി. ഗ്രാമിന്റെ വില 8,035 രൂപയായാണ് ഉയർന്നത്. 4 ദിവസത്തിനിടെ 1,400-ലധികം രൂപ വർദ്ധിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 2,920 രൂപയുടെ വർധനവുണ്ടായി. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ധനവിപണിയിലുണ്ടായ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം കൂട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ഒല്ലൂക്കര ടൗൺ പീപ്പിൾ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നില്ലെന്ന് വ്യാപക പരാതി. കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.